അപ്പോൾ ഹലോ ഗൈസ്, എനിക്കറിയാം ഞാൻ കുറച്ചധികം നാളെ ഈ ഭാഗത്തോട്ട് വ്ളോഗുമായിട്ട് വന്നിട്ട് അതിന് മടിയായിരുന്നു, വെറും മടി. പിന്നെ എന്താ പറയാ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. നീ എന്താ ചെയ്യുക? പക്ഷേ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പരിപാടി പിടിച്ചു. കുറച്ചധികം നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ കസിൻസ് ട്രിപ്പ് ഞങ്ങൾ ഓണാക്കി ഗൈസ്. അപ്പോൾ നമ്മൾ പോയത് ഇടുക്കിക്കായിരുന്നു. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ആദ്യം കയറിയത് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലേക്കായിരുന്നു. ഇവിടെ ഇവരൊക്കെ പിടിച്ച് കയറ്റാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പിന്നെ എല്ലാത്തിനും എൻ്റെ ഒരു എന്താ പറയാ, ഇത് വേണം, നല്ലൊരു കയറുള്ളൂ. അങ്ങനെ എല്ലാവരും പിടിച്ച് വലിച്ച് കയറ്റി മണ്ടയിലോട്ട് കയറ്റി പോയി നമ്മളൊരു അടിപൊളി വ്യൂ ആണ് കണ്ടു. എൻ്റെ മോനെ ഗംഭീര സാധനം. അല്ല, അവിടേക്ക് പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാനത് ആദ്യമായിട്ട് കണ്ടു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറെ കുരിശുകളൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുരിശൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഫുഡ് അടിക്കാനായിട്ട് കുട്ടനാട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവിടെ എന്താ പറയുക, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഫുഡ്, എന്നാലും അടിപൊളിയൊന്നല്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഗംഭീര മഴ. അങ്ങനെ നമ്മൾ ആ കൂറ്റം കൊള്ളുന്ന മഴയിൽ നേരെ വണ്ടി ഓടിച്ച് പോയി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. റിസോർട്ട് എന്ന് പറഞ്ഞാണ്ടല്ല, പൊളിയായിരുന്നു, പൊളി, ഒന്നും പറയാം. ഏലം വില്ല റിസോർട്ട്, അതായിരുന്നു നമ്മൾ പോയ റിസോർട്ടിന്റെ പേര്. സംഭവം എന്താ വെച്ചാൽ അത്യാവശ്യം വലിയൊരു ഹാളും അതിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് റൂമും നേരെ റൈറ്റിലൊരു ചെറിയ കിച്ചണും പിന്നെ അടിയിൽ തന്നെ 2 റൂമുകളുണ്ട്. അത്യാവശ്യം വലിയ റൂമുകൾ തന്നെയായിരുന്നു. പിന്നെ AC ഒന്നും ഒരു ആവശ്യമില്ല, നല്ല തണുപ്പാണ് ഫുള്ള്. ഇതായിരുന്നു എൻ്റെ റൂം. അടിയിൽ പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ മേളത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്യാവശ്യം വലിയൊരു ഹാളും കുറച്ചധികം ആൾക്കാരൊക്കെ വെച്ച് പാർട്ടി ചെയ്യാൻ പറ്റിയ റൂമും. മേളിൽ പിന്നെ ഒരു റൂമും കൂടി ഉണ്ട്. പിന്നെ മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞതാണ്, കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 5:30-6 മണിയാണ്, പക്ഷെ നമ്മളവിടെ എത്തിയത് 3 മണിക്ക്. അതൊരു 4 മണി 3:30 നേരത്തെ വ്യൂ ആണ്. മഴയൊക്കെ പെയ്തപ്പോഴേ രാത്രിയായപ്പോൾ പിന്നെ നമ്മൾ ചെറിയ കലാപരിപാടികളോട്ടങ്ങ് കടന്നു. ഒരു നോമേഴ്സി കുഞ്ഞോ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യ അതിൻ്റെ കയ്യിരുന്ന സംഭവം നമുക്കാണെങ്കിൽ അറിയേണ്ടിയിരുന്നില്ല, എന്നാലും കളിച്ചു. എന്താ ചെയ്യുക? കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഫുഡ് വന്നു, ചിക്കൻ കറിയും ചപ്പാത്തിയും. നല്ല അടിപൊളി ചിക്കൻ കറി ചപ്പാത്തി ആയിരുന്നു. അതൊക്കെ കഴിച്ച് വയറക്കം നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനായിട്ട് വട്ടിട്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും മറ്റേ ഇമ്പോസ്റ്റർ കളിച്ചു. ഇമ്പോസ്റ്റർ കളിച്ച് അവസാനം എല്ലാവർക്കും വയ്യാണ്ടായി. ഞാനിങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം നമ്മളങ്ങോട്ട് തീർത്തു. അപ്പോൾ അത്രേ ഉള്ളൂ, ബാക്കി അടുത്തേലും.